ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള കുറേ നല്ല ടിപ്സുകളാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മൾ ഇതുപോലെയൊക്കെ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച ശേഷം നമ്മൾ ബോട്ടിൽ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്യല്ല കേട്ടോ. ഇതുപോലത്തെ ബോട്ടിൽ കൊണ്ട് നമ്മുടെ കിച്ചണിൽ കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉപയോഗം ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലെയൊക്കെ എണ്ണ വാങ്ങിച്ചൊക്കെ നമ്മൾ വീട്ടിൽ വെക്കാൻ വേണ്ടി ഇതുപോലെ വില കൊടുത്തൊക്കെ നമ്മൾ ഇതുപോലത്തെ കുപ്പികൾ വാങ്ങിച്ച് വെക്കാറുണ്ട്. അതൊക്കെ നമ്മൾ അബദ്ധം പറ്റി നമ്മളെ കയ്യിൽ നിന്നൊക്കെ വീണ് പൊട്ടിപ്പോവാറുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ഇതുപോലെയൊക്കെ ടൊമാറ്റോ സോസ്, ചില്ലി സോസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ കളയുന്ന ഇതുപോലത്തെ ബോട്ടിൽ കൊണ്ട് നമുക്ക് കിച്ചണിൽ കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ടൊമാറ്റോ സോസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ കുപ്പിയാണ് കേട്ടോ. അതെല്ലാം തീർന്നതിന് ശേഷം ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് സോപ്പിട്ടൊക്കെ നല്ലതുപോലെ കഴുകിയ അതിൻ്റെ സ്മെല്ലൊന്നും വരില്ല കേട്ടോ. അപ്പോൾ കഴുകിയ ശേഷം ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ അതിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ നല്ല കട്ടി കുറഞ്ഞ ദോശയൊക്കെ ചുടുമ്പോൾ അതിൽ നെയ്യ് ചേർക്കാറുണ്ട്, വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുപ്പിയിൽ എണ്ണ വീത്തി വെക്കുകയാണെങ്കിൽ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കൂടി പോവാതെ നമുക്ക് കുറച്ചളവിൽ നമുക്ക് എണ്ണയൊക്കെ ദോശയുടെ പുറത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വലിയ കുപ്പികളിൽ എണ്ണ വയ്ക്കുകയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് കൂടി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അളവിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം എണ്ണയൊന്നും ദോശയിലാവാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ദോശയിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ പാനിലൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുപ്പിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ സൈഡിലെല്ലാം തെറിച്ച് നമുക്ക് ഗ്യാസ് അടുപ്പിലൊക്കെ എണ്ണയൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഇതുപോലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പാനിലൊക്കെ എണ്ണ ഒഴിക്കുമ്പോൾ പുറത്താവാതെ തന്നെ മീൻ പൊരിച്ചൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വെള്ളം വാങ്ങിച്ച ഒരു കുപ്പിയാണ് കേട്ടോ. അത് ഞാൻ കളഞ്ഞില്ല. അതിനെ ഒന്ന് ആ ഒരു സൈഡൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് കത്തി ചൂടാക്കിയ ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇത് നമ്മൾ ആ ഒരു അടപ്പിൻ്റെ പുറത്ത് 2 ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോൾ ഇടുമ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വലിപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു നൂലൊക്കെ പെട്ടെന്ന് കയറ്റി വിടാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, ഞാൻ ഇവിടെ ഒരു പഴയ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ നൂലൊന്ന് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. 2 സൈഡൊന്ന് ചുറ്റിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ ഒരു പോണിയുടെ അകത്തേക്ക് നമുക്ക് ഈ നൂലിനെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. ആ ഒരു അടപ്പ് മാറ്റിയ ശേഷം നമ്മൾ ഈ നൂലിനെ ഒന്ന് വലിച്ച് ആ അടപ്പിലുള്ള ഹോളിലേക്ക് നമ്മൾ ഈ നൂലിനെ ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതിനെ ഒന്ന് പ്രസ് ചെയ്ത് നല്ലതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് പുറത്ത് നിൽക്കാൻ കണക്കിന് വേണം നമ്മൾ ആ ഒരു സ്ക്രബ്ബർ നമ്മളിതിലേക്ക് കയറ്റേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 2 സൈഡും ഒന്ന് ആ ഒരു നൂല് അടപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കണം. അത് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്ക്രബ്ബർ ഇളകി പോകാതെ തന്നെ നമുക്ക് കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അതൊന്ന് അടച്ചു കൊടുത്ത ശേഷം അതിൻ്റെ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നൂലിലൊന്ന് നല്ലതുപോലെ ഒന്ന് 2 കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇളകി വരില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിച്ചണായാലും അതുപോലെ തന്നെ ഇത് ബേസൺ ഇതൊക്കെ വൃത്തിയാക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ കൈ തൊടാതെ തന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാം. അതുമാത്രമല്ല കിച്ചണും അതുപോലെ ബേസൺ എല്ലാം കിച്ചൺ സിങ്കൊക്കെ വൃത്തിയാക്കാൻ നല്ലൊരു എളുപ്പമാർഗ്ഗമാണ്. നമ്മളെ കയ്യിലൊന്നും തൊടാതെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ആ ബോട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗമുള്ള ബോട്ടിൽ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കത്തി ചൂടാക്കി അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അമക്കി കൊടുക്കുകയാണ്, ഒന്ന് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു കയ്യിലൊന്ന് കയറിക്കൊണ്ട് മുറിയാത്ത രീതിയിലൊന്ന് നമ്മൾ അതിനെ ഒന്ന് ആ വിളുമ്പൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈയൊന്നും അതിൽ കയറി കൊണ്ടാലും മുറിയാത്ത രീതിയിലാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി തേച്ച് കൊടുക്കുന്നത്.
അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് മണി പ്ലാന്റാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വീട്ടിനകത്തൊക്കെ വയ്ക്കാൻ പറ്റിയ ചെടികൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. നല്ല ചെറിയ ബോട്ടിലൊക്കെ ഇതുപോലെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളെ കിച്ചണൊക്കെ നല്ലതുപോലെ ഭംഗിയായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ അടുത്ത് ഇതുപോലത്തെ ഒരു പെപ്സിയുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു രണ്ട് ഭാഗമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ഭാഗവും രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഇതുപോലെ ഒന്ന് കത്തി ഒന്ന് ചൂടാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ. അപ്പം ഞാൻ ഇവിടെ ബോട്ടിൽ രണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ രണ്ട് ഭാഗമായിട്ട് ബോട്ടിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഈ ഒരു ബോട്ടിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വീട്ടിൽ നമ്മൾ തൂക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചൂലുണ്ടല്ലോ, അത് നമ്മൾ കയറൊക്കെ കൊണ്ട് കെട്ടി വയ്ക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് എത്ര നമ്മൾ മുറുക്കി കെട്ടിയാലും അത് ഇളകി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കയറൊന്ന് മാറ്റിയ ശേഷം നമ്മൾ ഈ ഒരു ബോട്ടിനകത്തേക്ക് ഈ ഈർക്കിൽ മൊത്തം നമുക്ക് അതിലേക്ക് കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ആ ഒരു ബോട്ടിൻ്റെ ഭാഗത്തേക്ക് ഈർക്കിലൊന്ന് കയറ്റി കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ബോട്ടിൽ ഇളകിപ്പോകാതെ, ഈർക്കിലൊക്കെ ഇളകിപ്പോകാതെ നമുക്ക് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ബോട്ടിലിൽ ഇത് ഈർക്കിലെല്ലാം ആക്കിയ ശേഷം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ അതൊന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മളൊരു തുണിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഇറുകിയിരിക്കും. അത് ഒരിക്കലും ഇളകി പോകാത്ത രീതിയിൽ നമുക്ക് ആ ചൂല് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അടപ്പൊന്ന് അടച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെ ഒന്ന് അപ്പം ഞാൻ ഇവിടെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൻ്റെ അകത്തേക്ക് ഈ ചൂലിൻ്റെ ആ മൂട് ഭാഗം എല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഇവിടെ കൂടുതൽ നിറച്ചൊന്നും വയ്ക്കുന്നില്ല. അതിന് ശേഷം നമ്മൾ ഒരു ഗ്യാസ് അടുപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കി കണ്ടോ. വലിയ കുപ്പിയിലായതായിരുന്നു, അത് നല്ലതുപോലെ ഉരുകി അതിലേക്ക് ഒട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ചെറിയ തുണിയോ ഇത് കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ച് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അപ്പോൾ എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ പ്രസ്സായിരിക്കുള്ളൂ. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പഴയ തുണിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തുറപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും തന്നെ ഊരി വരാതെ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് എന്നും കയറൊന്നും കെട്ടി അതിനെ ബുദ്ധിമുട്ടണ്ട കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, പല രീതിയിലും നമ്മൾ ഇത് ചൂല് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ല എളുപ്പമായ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. ചൂല് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടിപ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കല്ലേ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അതിൻ്റെ ആ കുപ്പിയുടെ ബാക്കി ഭാഗം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്ന് അത് ചൂടാക്കിയ ശേഷം ഇതുപോലെ ഒരു കമ്പിത്തുണ്ടോ എന്തെങ്കിലും ചൂടാക്കിയ ശേഷം ഇതുപോലെ നിറയെ ആ മൂടിൻ്റെ ഭാഗത്ത് നിറയെ ഹോളിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ആ എല്ലാ ഭാഗത്തും ഒന്ന് ഹോളിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ നിറയെ ഹോളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ഇതിലേക്ക് രണ്ട് സൈഡും കൂടി ഒന്ന് ഹോളിട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ഒരു ചെറിയ കയറോ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് ആ ഒരു നമ്മൾ പാത്രം കഴുകുന്ന ആ ഇത് പൈപ്പിൻ്റെ അവിടെ ഒന്ന് കെട്ടിയിടുകയാണെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകിയ ശേഷം സ്ക്രബ്ബറും അതുപോലെ തന്നെ സ്പോഞ്ച് സ്ക്രബ്ബറൊക്കെ അതിൽ നമ്മളൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ കെട്ടി അതിലൊരു സ്മെല്ല് വരാറുണ്ട്. അപ്പം നമ്മൾ ആ സ്ക്രബ്ബറൊക്കെ ഇതുപോലെ ഈ പോണിയിലാക്കി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈർപ്പം അടിക്കുകയില്ല, അതിൽപോലെ ആ സ്മെല്ലോ ഒന്നും വരാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ രണ്ട് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ രണ്ട് സൈഡും ഒന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഉപയോഗിച്ച ശേഷം സ്ക്രബ്ബറൊക്കെ ഇതിലേക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വെള്ളം തന്നെ നമ്മൾ അതിൽ ഇരുന്നാൽ തന്നെ അതെല്ലാം നല്ലതുപോലെ
ആ ഊറി ആ ഒരു ഹോളിൽ കൂടെ എല്ലാം പോകും കേട്ടോ. നമ്മൾ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച ശേഷം ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ സ്മെല്ലോ ഒന്നും വരില്ല, അണുക്കളൊന്നും വരില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ.